ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കപ്പെട്ടു വരികയാണ്. പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നതായും ഉടൻ ഈ വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കട്ടപ്പനയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലകളുടെ വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. അതും കൂടെ താമസിയാതെ വരുന്നതോടുകൂടി നമ്മുടെ പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നു എന്നുള്ള സന്തോഷവും കട്ടപ്പനയെ കൂടുതൽ, അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിനെ കൂടുതൽ മനോഹാരിതയുള്ളതാക്കി മാറ്റും. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കുക, ടൂറിസം സാധ്യതകൾ അതിൻ്റെ എല്ലാ മേഖലയിലും കട്ടപ്പനയുടെ അനുബന്ധമായിട്ടുള്ള കല്യാണത്തണ്ടും അഞ്ചുള്ളിയും ഉൾപ്പെടെയുള്ള വേഴങ്കണ്ണം പുനമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം മാറ്റം വരുത്തുന്ന നിലയിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ടൂറിസം രംഗത്തുള്ള മാറ്റങ്ങൾ, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന റോഡ് ഗതാഗതം, ഇതെല്ലാം മാറ്റങ്ങൾ കട കൊടുക്കുന്ന കാര്യമാണ്. പട്ടയം കൊടുക്കുന്ന കാര്യത്തിലും 93 ചട്ടപ്രകാരമുള്ള മേഖലയിൽ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ കൂടുതലായ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള സമയം വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ള നിലയിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭം അറിയിക്കാനായിട്ടുള്ളത്. നമ്മുടെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നതോടുകൂടി തന്നെ ഈ ജില്ലയിലെ ബഹുമുഖമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നുള്ള സന്തോഷവും കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് നടപടിക്രമങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഒന്നാണ്.